2023 ജൂലൈ 20 കൃത്യം ഒരു വർഷം മുമ്പ് കേരളം ഇതേവരെ കാണാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു മഹാവിലാപയാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ച ദിനം. കേരളം മുഴുവൻ കരഞ്ഞ ദിവസം. ഈ ജനങ്ങൾക്കെല്ലാം എന്തുപറ്റി, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും മനസ്സിലാകാതെ സർക്കാരും ഭരണ സംവിധാനങ്ങളും അന്തിച്ചു നിന്ന ദിവസം. കണ്ണേ കരളെ കുഞ്ഞൂഞ്ഞെ എന്ന വിളികൾ കേരളം മുഴുവൻ അലയടിക്കപ്പെട്ടു. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് എടുത്തത് 20 മണിക്കൂർ. രാഷ്ട്രീയ എതിരാളികൾ പോലും സ്തബ്ധരായി നിന്ന സമയം. കാരണം ഇത് കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി പ്രകടനം അല്ലായിരുന്നു. ആ വിലാപയാത്രയിൽ വെള്ള ഖദർധാരികളെ കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. മറിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ശക്തി പ്രകടനം എന്ന് പറയാം. അതെ, ജനങ്ങൾക്കിടയിൽ ജീവിച്ച അവരുടെ സ്വന്തം ഉമ്മൻചാണ്ടിയെ അവർക്ക് അങ്ങനെയേ യാത്രയാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന ദൈവവചനം സ്വാർത്ഥകമാകും വിധമുള്ള ഒരു കാഴ്ച. ഇന്ന് ഈ മഹാസംഭവത്തിന് 1 വർഷം പൂർത്തിയാകുന്നു. അതെ, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത സാമൂഹിക നിരീക്ഷകനായ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA അച്ഛനാണ്. അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, ഹാർദമായ സ്വാഗതം. അച്ഛാ, കഴിഞ്ഞ വർഷം 2023 ജൂലൈ 20, ഒരു വർഷം മുമ്പ് ഇന്നേക്ക് 1 വർഷം പൂർത്തിയാവുകയാണ്. കേരളം അന്ന് വരെ കണ്ട അല്ലെങ്കിൽ ഇനി ഇങ്ങനൊരു വിലാപയാത്ര കാണുകയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആ ഒരു ദിവസത്തെ അച്ഛൻ എങ്ങനെ ഓർത്തെടുക്കുന്നു? മരിക്കാതിരുന്നെങ്കിൽ എന്ന് നമ്മൾ മരിച്ചുപോയ ചിലരെ പറ്റി ഓർത്ത് പറയാറുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാരെ പറ്റി അങ്ങനെ പറയാറില്ല. ഒരുപക്ഷെ അതേ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്ക് വ്യക്തിപരമായ ഒത്തിരി ആനുകൂല്യങ്ങളും സേവനങ്ങളും നന്മകളും ഒക്കെ ലഭിച്ചവർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം മരിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരിൽ കേരളം മുഴുവനുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച നിരവധി വിവാദങ്ങളുടെ പിന്നിലെ കഥാനായകന്മാർ പോലും അദ്ദേഹത്തിന്റെ വേർപാടിന്റെ വേളയിൽ അദ്ദേഹം മരിക്കാതിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്നുണ്ട്. 1 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതൃത്വ നിരയിൽ ധാർമ്മിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയ മുഖത്തിന്റെ ശൂന്യത നമ്മൾ അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവുമോ എന്ന് കേരളം കൊതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്രയേറെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച, നന്മ കൊണ്ട് സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഉള്ളപ്പോഴാണ് കണ്ണിൻ്റെ വില മനസ്സിലാവില്ല എന്ന് ഒരു ചൊല്ലുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളം അത് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ചില നിലപാടുകൾ, പെരുമാറ്റങ്ങളൊക്കെ ഇത് കാണുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു കാലഘട്ടത്തെ ഇന്ന് കേരളം ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ നേരത്തെ പറഞ്ഞു, ഒരു വൈദികനായിരുന്നിട്ട് പോലും ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളത്. അച്ഛൻ ഈ ഒരു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 2003 മുതൽ ദീപിക ദിനപത്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദീപിക ദിനപത്രത്തിൻ്റെ ബാലസഖ്യമായ ദീപിക ബാലസഖ്യത്തിൻ്റെ ഡയറക്ടറായിട്ട് കൊച്ചേട്ടൻ എന്നുള്ള നിലയിലാണ് ഞാൻ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2013 മുതൽ ഞാൻ ഭിന്നശേഷിയുള്ള മക്കളുടെ കായിക പരിശീലന വിഭാഗമായ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് കൂടി സേവനം അർപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 മേഖലകളിലും സേവനം അർപ്പിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയക്കാരും ഭരണ മേഖലയിലുള്ള നിരവധി പേരുമായിട്ട് അടുത്തിടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇതിൽ നമ്മളൊരു കാര്യവുമായിട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും ഉമ്മൻചാണ്ടി സാറിനെ സമീപിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഭിമുഖ്യം ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടു കൂടി ആയിരുന്നില്ല.
അദ്ദേഹം നമ്മളെ കാണുന്നതും കേൾക്കുന്നതും നമ്മളുടെ ആ ഒരു വിഷയം പരിഹരിച്ചു തരാനുള്ള ആള് ഞാനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളത് പോലെയാണ് അദ്ദേഹം നമ്മളുടെ ആ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. നമ്മളൊരു കാര്യവുമായിട്ട് അദ്ദേഹം, നമുക്കറിയാലോ, ഉമ്മൻചാണ്ടി സാറിന്റെ പരിസരത്ത് എപ്പോഴും 300 പേര് 350 പേരെന്നുള്ളതാണല്ലോ ഒരു കണക്ക്. കൈ നിറയെ പിന്നെ നിരവധി പേരുടെ നിവേദനങ്ങൾ കൈ നിറയെ, ഒരു ജനതയുടെ മുഴുവൻ വേദന അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ എപ്പോഴും കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ പോലും നമ്മളെ വ്യക്തിപരമായി അറിയുകയും വ്യക്തിപരമായി പേര് വിളിക്കുകയും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വിഷയത്തെ വളരെ പരിഗണനയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ്, അതൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഭാവത്തിൽ നിലനിൽക്കാനുള്ള ഒരു തന്ത്രമായിരുന്നില്ല. അദ്ദേഹം എല്ലാവരോടും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉള്ളവരോടും അതിനെ എതിർക്കുന്നവരോടും അദ്ദേഹത്തെ വ്യക്തിപരമായി എതിർക്കുന്നവരോടും അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരോടുമൊക്കെ ഒരേ മനസ്സോടുകൂടി അദ്ദേഹം ഇടപെടുകയായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് ദീപികയുമായിട്ടുള്ള ഇടപെടലിൽ, അദ്ദേഹം ദീപികയിൽ വന്നപ്പോഴും ദീപിക ബാലസിംഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്നപ്പോഴും എല്ലാം ഞാൻ ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകം വാക്കിൽ വിരിഞ്ഞ പൂക്കൾ എന്നതിൻ്റെ പുസ്തകം 2005 പ്രകാശനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ്. അതിനുശേഷം അദ്ദേഹവുമായിട്ട് എനിക്ക് അടുത്ത് ഇടപെടാനുള്ള അവസരമുണ്ട്. പുതുപ്പള്ളിയും കോട്ടയവും തമ്മിൽ വലിയ ദൂരമില്ലല്ലോ. ഇപ്പൊ വീട്ടിൽ പോകുമ്പോഴും ഒക്കെ അദ്ദേഹവുമായിട്ട് എപ്പോഴും അടുത്തറിയാം. എനിക്ക് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മനുഷ്യ നന്മ ഞാൻ അനുഭവിച്ചത് ഈ ഭിന്നശേഷിയുള്ള മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ സമീപിച്ച അവസരങ്ങളിലാണ്. അത് 2013 മുതൽ കേരളത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മനുഷ്യരുടെ പഠനവും പരിശീലനവും പുനരധിവാസവും ആയുഷ്കാല പരിചരണവും ഇത് നിർവഹിക്കുന്ന 300-ലേറെ സ്വകാര്യ സ്പെഷ്യൽ സ്കൂളുകളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും വിഷയങ്ങളുമായി ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ ചെരുപ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തെ കാണാനായിട്ട് ഉമ്മൻചാണ്ടി സാർ നടത്തിയ ആ ഒരു ആത്മാർത്ഥതയെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഉടൻ തന്നെ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് 2013 അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ എയ്ഡഡ് ആക്കി. നമ്മുടെ HIVI സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കി അദ്ദേഹം. അതായത് ഹിയറിംഗ് എംപെയർഡിന്റെയും വിഷ്വലി എംപെയർഡിന്റെയും അന്ധബധിര മൂക സ്കൂളുകൾ അത് എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തി. അപ്പോൾ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ സ്പെഷ്യൽ സ്കൂളുകൾ കൂടി എയ്ഡഡ് പദവിയിലേക്ക് ഉയർത്തണം എന്ന ഒരു ആവശ്യവുമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ അതിന്റെ സാങ്കേതികത്വമൊക്കെ മനസ്സിലാക്കാൻ പരിശ്രമിച്ച അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ ടീച്ചറിന് ഒരു മാസം ബുദ്ധിപരമായ മെന്റലി റിട്ടാർഡഡ് സ്കൂളുകളിൽ ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ ടീച്ചറിന് ഒരു മാസം കിട്ടുന്ന സർക്കാരിന്റെ ഓണറേറിയം എന്ന് പറയുന്നത് വെറും 4000 രൂപയിൽ താഴെയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ധനകാര്യ സെക്രട്ടറിയുമായിട്ട് ചർച്ച നടത്തുകയും തീരുമാനത്തിലേക്ക് വരികയും ഒക്കെ ചെയ്ത ഒരു സമയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടി സാറിന്റെ നന്മ അദ്ദേഹത്തിന്റെ പരിസരത്തുള്ളവർ പലപ്പോഴും പിന്തുണച്ചില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയ ലാഭം നോക്കിയോ രാഷ്ട്രീയ നിറം നോക്കിയോ അല്ല അദ്ദേഹം മനുഷ്യന് നന്മ ചെയ്തത്. അദ്ദേഹം മനുഷ്യന്റെ കണ്ണിൽ നോക്കി, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നോക്കി, അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് മനുഷ്യരെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും, പ്രത്യേകിച്ച് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യത്വത്തിൻ്റെതായ ഒരു വികാരം പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെപ്പോഴും ഈ ചുമന്ന ഈ ഫയലുകളുമായിട്ടാണ്. നമുക്കറിയാലോ, സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്കുള്ളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ അടുത്ത് ജീവിക്കുന്നവരുടെ ഒരു മനസാക്ഷിയോ മനസ്സിന്റെ ഒരു മൃദുത്വമോ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി സാർ ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി എടുത്ത നിലപാടുകൾക്ക് പലപ്പോഴും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ വിലങ്ങുതടിയായി നിന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ തന്നെയാണ്. അത് ഇന്നും ഈ മേഖല ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള
പലരുടെയും നിസ്സഹകരണ മനോഭാവമാണ് ഇന്നും പല സ്കൂളുകൾക്കും അനീതിപരമായ അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. അതിനെതിരെ ഞങ്ങളോടൊപ്പം നിന്ന് പോരാടിയ ഒരു ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഞാൻ ഓർക്കുന്നു 2014 കേരളത്തിൽ നിന്ന് നമുക്ക് 30-ലേറെ കുട്ടികൾക്ക് ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സ്റ്റേറ്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനും സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഡോക്ടർ MK ജയരാജ് സാറും ഞങ്ങൾ ഒരുമിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലെത്തുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തന്നത് രാവിലെ 5:30-ക്കാണ്. ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ 5:30-ക്ക് ഒരാൾക്ക് അപ്പോയിന്റ്മെന്റ് തരിക. ഞങ്ങൾ ചെല്ലുമ്പോഴുണ്ട് വീടിന് മറ്റും നിറയെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ അദ്ദേഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ഉമ്മൻചാണ്ടിയുടെ മകള് മറിയക്കുട്ടിയുടെ സഹായത്തോടു കൂടി ഞങ്ങള് അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോയത്. മനസ്സിലാക്കണം. അപ്പൊ പറയാണ് ഉമ്മൻചാണ്ടി സാറ് പറയാണ്, ഞാൻ 4 മണിക്ക് വന്നതേ ഉള്ളൂ ഫാദർ. അപ്പൊ 5:30-ക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്. എന്താ ഫാദറെ ആവശ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറയും, സാറേ ഇങ്ങനെ നമ്മുടെ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് ഈ ഓസ്ട്രേലിയയിലേക്ക് ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സിന് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിക്കൂലിയും ബാക്കി ചെലവുകളും ഒക്കെ ഞങ്ങൾ തന്നെ എടുക്കണം. അത് ഞങ്ങൾക്ക് നാഷണൽ ഓഫീസിൽ നിന്ന് കിട്ടില്ല എന്ന് പറയാണ്. എത്ര വരും ഫാദർ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കണക്ക് കൂട്ടിയാണ് പോയത്. അത് ഏകദേശം 30 ലക്ഷം രൂപ വരുമാനം. 30 ലക്ഷം രൂപ എത്ര കുട്ടികൾക്ക് വേണ്ടിയാണ്? ഞങ്ങൾ പറഞ്ഞിങ്ങനെ 40-48 പിള്ളേരുണ്ട്. ഓക്കെ, അവരെ ഫോളോ ചെയ്യുന്ന അധ്യാപകർ എത്ര പേരുണ്ട്? ഞങ്ങൾ പറഞ്ഞ 5-6 അധ്യാപകർ. അദ്ദേഹം അപ്പോൾ തന്നെ അബ്രാഹം സാറിനെ വിളിച്ച്, ഫൈനാൻസ് സെക്രട്ടറി അബ്രാഹം സാറിനെ വിളിച്ച് 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു തരികയാണ്. മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഭിന്നശേഷിയുള്ള സ്വന്തം ആവശ്യങ്ങൾ സമരം ചെയ്ത് ചോദിക്കാനോ വാതുറന്ന് ചോദിക്കാനോ നേരിട്ട് പോയി ചോദിക്കാനോ ശേഷിയില്ലാത്ത ശാരീരിക മാനസിക കുറെ പരിമിതികളുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെന്നത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങളുടെ ആ മനസ്സിനോട് ഒരു ജനനായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങ് ലയിക്കാൻ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളോട് അദ്ദേഹത്തിന് ലയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. അദ്ദേഹം അപ്പോൾ തന്നെ ഫൈനാൻസ് സെക്രട്ടറിയെ വിളിച്ച് 30 ലക്ഷം രൂപ അനുവദിക്കുകയാണ്. ഞങ്ങൾ ആ ഒരു തുക കൊണ്ട് ഓസ്ട്രേലിയയിൽ പോവുകയും 50ഓളം അന്താരാഷ്ട്ര മെഡലുകൾ വാങ്ങിക്കൂട്ടി ഞങ്ങൾ തിരിച്ചു വരികയുമാണ്. നമ്മുടെ ഭിന്നശേഷിയുള്ള മക്കൾ രാജ്യത്തിന് വേണ്ടി നേടുന്ന അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സിലെ മെഡലുകൾ എത്രയാണെന്ന് നമ്മുടെ ഭരണകൂട്ടത്തിൽ ഇരിക്കുന്ന പലർക്കും അറിയാൻ ആഗ്രഹമില്ല, മീഡിയയ്ക്ക് അറിയാൻ ആഗ്രഹമില്ല. ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തുടങ്ങി ഞങ്ങൾക്ക് അന്നേരം കിട്ടിയ ഒരു പ്രചോദനത്തിൽ ഞങ്ങൾ ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിലും 2015 ലോസ് ആഞ്ചലസ് സ്പെഷ്യൽ ഒളിമ്പിക്സിലും ഞങ്ങൾ പോവുകയുണ്ടായി. അതിനുശേഷം നിരവധി അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സമ്മാനം വാങ്ങി തിരിച്ചു വന്ന മക്കൾക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകാൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് മെഡൽ നേടി വരികയാണ് ഒരു മലയാളിയെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഒരു ആദരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത്, അതുപോലെയാണ് ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മെഡൽ നേടി വന്ന നമ്മുടെ കേരളത്തിന്റെ അത്ലറ്റുകൾക്കും കോച്ചസിനും തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെ IAS ഓഫീസേഴ്സും കൂടി അടങ്ങുന്ന ഒരു സമിതി വലിയൊരു സ്വീകരണം നൽകി. അത് ഉമ്മൻചാണ്ടി സാറിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ശേഷം വന്ന മുഖ്യമന്ത്രി ഞങ്ങളെ അനുഭവിപ്പിച്ചു തന്നു. ഇങ്ങനെ ഈ മനുഷ്യ നന്മയുടെ ഉദാഹരണങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന് മാത്രമുള്ളതായിരുന്നുവെന്ന് പിന്നീട് വന്ന മുഖ്യമന്ത്രി ഞങ്ങളെ അനുഭവിപ്പിക്കുന്നുണ്ട്. ഈ ഭിന്നശേഷിയുള്ള മക്കൾ അന്താരാഷ്ട്ര തലത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയതിന്റെ കാര്യവുമായി ഞങ്ങൾ ചെന്നു. കേരളത്തിൽ തന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സ്, അതിനുശേഷം ഞാൻ ഓർക്കുകയാണ് 2016 ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തി. 2016 അന്ന് 6000 മെന്റലി ചലഞ്ചറായിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അണിനിരന്നു. 67 ലക്ഷം രൂപ ചെലവ് വന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ ഫണ്ട് വകയിരുത്തി 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരികയുണ്ടായി.
ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം ഒരു മനുഷ്യത്വപരമായ നിലപാടുകൾ ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളോട് കാണിക്കുന്നത് അവർ അദ്ദേഹത്തിന് അത് തിരിച്ചു നൽകുമെന്നോ അദ്ദേഹത്തിന് അത് വോട്ടായിട്ട് നൽകുമെന്നോ ഒന്നും ഓർത്തിട്ടല്ല. ഞാൻ ഒരു ഓർമ്മ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2016 ഞങ്ങളുടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സ്, അന്ന് വരെ കേരളത്തിൽ ആരും അത്രയും വലിയൊരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ടീം വളരെ നല്ലൊരു ടീമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽമാരും ഞങ്ങളുടെ ജില്ലാ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെയും എയ്ഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെയും ഒക്കെ ഭാരവാഹികൾ, ഞങ്ങൾ ഒപ്പം മാതാപിതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് അധ്യാപകരുടെ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ആ പരിപാടി ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ 5 മണിക്കാണ്, ഓർക്കണം, 2016 ഞങ്ങളുടെ ആ പ്രോഗ്രാം ഗ്രീൻഫീൽഡിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് 5 മണിക്കാണ്. അന്ന് നിലവിലുള്ള ഒരു മന്ത്രിയോട് ഉമ്മൻചാണ്ടി സാർ ആവശ്യപ്പെട്ടിരുന്നു, അദ്ദേഹത്തിന് അന്ന് നെടുമ്പാശ്ശേരിയിൽ ഒരു പരിപാടിയുണ്ട്, ബിസിനസ് മീറ്റ് ഉണ്ട്, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണമെന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങളെല്ലാ പ്രോഗ്രാം എല്ലാം ഒരുങ്ങി കഴിഞ്ഞ് 1 മണിയായപ്പോൾ ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കിട്ടുകയാണ്, അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിന് വരാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. ഞങ്ങളിത് ഉമ്മൻചാണ്ടി സാറിനെ അറിയിക്കുമ്പോൾ ഡിജോ വിശ്വസിക്കുമോ, നെടുമ്പാശ്ശേരിയിൽ ബിസിനസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിന് 5 മണിക്ക് കൊടുങ്ങല്ലൂർ അന്ന് ഒരു വലിയ സമ്മേളനത്തിൽ ഉദ്ഘാടനമുണ്ട്. 5 മണിക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡിൽ ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ മന്ത്രി ഇതിന് വരില്ല, അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന് അസൗകര്യം വരികയാണ് എന്ന് പറയാണ്. ഉമ്മൻചാണ്ടി സാറ് പറയാണ്, എന്തുകൊണ്ട് വരില്ല എന്ന് ഈ മക്കൾ ചോദിക്കില്ലല്ലോ ഫാദറെ. അതുകൊണ്ട് പലർക്കും ഇവരുടെ ആവശ്യങ്ങൾ ഒഴിവാക്കി വിടാൻ എളുപ്പമാണ്. പക്ഷേ എനിക്ക് ഈ മക്കളെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫാദർ 5 മണിക്ക് തന്നെ ഉദ്ഘാടനം അറേഞ്ച് ചെയ്തോളൂ, ഞാനവിടെ എത്തിയിരിക്കും എന്ന് പറയാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ സംസ്ഥാന കായികമേള ഉദ്ഘാടനം ചെയ്യാൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് 5 മണിയായപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ LNCPയുടെ ഗ്രീൻഫീൽഡിന്റെ അല്ല LNCP സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറന്നു വരികയാണ്. അദ്ദേഹം ഈ മക്കളുടെ അരികിലേക്ക് വരുമ്പോൾ ഒരപ്പൻ അരികിലേക്ക് വരുന്ന വാത്സല്യത്തോടെ മക്കൾ ഓടിയടുത്ത് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ഉമ്മ വയ്ക്കുകയും അദ്ദേഹത്തെ തൊടുകയും അദ്ദേഹത്തോട് വർത്തമാനം പറയുകയും, ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനുഷ്യത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നന്മ ചെയ്ത, അദ്ദേഹത്തിന് ഉപകാരം ചെയ്യാൻ ശേഷിയുള്ള, നന്മ ചെയ്താൽ തിരിച്ച് പാർട്ടിക്ക് സംഭാവന തരാൻ ശേഷിയുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സഹായിക്കുന്ന ബിസിനസ് ഡോൺമാരെ അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലത്തെഴഞ്ഞു വന്ന മക്കളുടെ അരികിലേക്ക് മുട്ടുകുത്തി നിൽക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പിന്നീട് വന്നവർ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, ഇതൊക്കെ ഉമ്മൻചാണ്ടിക്ക് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ എന്ന് പിന്നീട് വന്നവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ അധ്യാപകരുടെ വേതന വർധനവിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ, നിങ്ങൾ ഓർക്കണം, ഒരു തിരുവോണ ദിനത്തിൽ ഞങ്ങൾ പട്ടിണി സമരം നടത്തുകയാണ്. ഏകദേശം 21,000-ഓളം ആൾക്കാരുണ്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. കേരളത്തിലെ 300-ലധികം വരുന്ന സ്പെഷ്യൽ സ്കൂളുകളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, മക്കൾ, ഭിന്നശേഷിയുള്ള മക്കൾ, അവർ പട്ടിണി സമരം നടത്തുകയാണ് തിരുവോണത്തിന്റെ തലേദിവസം. കാരണം അവരുടെ അധ്യാപകർക്ക് പട്ടിണിയാണ്. സർക്കാർ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നേയില്ല. ഇവിടെ കോളേജ് അധ്യാപകർക്ക് വേതനം കൂട്ടാൻ വേണ്ടി, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് വേതനം കൂട്ടാൻ വേണ്ടി അവർ സമരം ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, സർക്കാർ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, എയ്ഡഡ് സ്കൂൾ അധ്യാപകർ, മറ്റ് സവിശേഷമായ രീതിയിൽ ഉയർന്ന വേതനം വാങ്ങിക്കുന്നവർക്കൊക്കെ സമരം ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? പണിമുടക്കി. സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പണിമുടക്കി സമരം ചെയ്യുന്നു, അധ്യാപകർ പണിമുടക്കി സമരം ചെയ്യുന്നു. എന്നാൽ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അവർക്ക് പണിമുടക്കി സമരം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് ഈ മക്കളെ ഇട്ടേച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ മക്കളുടെ കൂടെ നിന്ന് അവരെ സഹായിക്കുന്നതിന്റെ പേരിൽ തങ്ങൾക്ക് കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെടുന്ന ഈ ഒരു നാട്ടിൽ
ആ നീതി നിഷേധത്തിന്റെ ഇരകളായി ഇന്നും കേരളത്തിൽ ഈ ഭിന്നശേഷിയുള്ള മക്കളെ പരിപാലിക്കുന്ന അധ്യാപകരും മാനേജ്മെന്റും മാതാപിതാക്കളും ഇവിടെ കഴിയേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മരണത്തിന്റെ 1-ാം വാർഷികത്തിൽ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാൻ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയോട് സംസാരിക്കാനുള്ള ഒരു വൈകാരിക പക്വത നേടുന്ന ഒരു കാലത്തെ എന്നെ പോലെയുള്ള സാധാരണക്കാർ കണ്ണു തുറന്ന് കാത്തിരിക്കുന്നുമുണ്ട്. ഒരു ഒളിമ്പിക്സിൻ്റെ വക്കീലെത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ഒരു മാസം തന്നെ. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ പേരിൽ രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അവരെ രാജ്യം അല്ലെങ്കിൽ കേരളം എത്രമാത്രം കെയർ ചെയ്യണം എന്നത് തന്നെ, അല്ലെങ്കിൽ എത്രമാത്രം അവരെ കരുതേണ്ടതുണ്ട് എന്ന് തന്നെ നമുക്കൊരു മുൻ മുഖ്യമന്ത്രി നമുക്ക് കാണിച്ചു തന്നിട്ട് പോയി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ പോലും ഇപ്പോൾ മറ്റ് സാധാരണ ഒരു ഒളിമ്പിക്സിലെല്ലാം ഒരു മെഡൽ നേടിയാലും അത് എത്ര ചെറുതാണെങ്കിൽ കൂടി വളരെയധികം കവറേജ് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രമാത്രം മെഡലുകളുമായിട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരെ കുട്ടികൾ ഇവിടെ എത്തുമ്പോൾ മനഃപൂർവ്വമല്ല, എനിക്ക് തോന്നുന്നു റേറ്റിങ്ങിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവർ തടയുന്നു, അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. ഈ ഒരു വേദിയായാലും ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ നേരത്തെ ഉമ്മൻചാണ്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് ഇനി അടുത്തൊരു തലമുറ ഒരുപക്ഷെ നെറ്റി ചുളിക്കുമായിരിക്കും കേൾക്കുമ്പോൾ, ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അച്ഛൻ പറഞ്ഞപ്പോൾ ഉണ്ടായ കാര്യം, രാവിലെ 4 മണിക്ക് റൂമിലെത്തുന്നു, 5 മണിക്ക് കിടപ്പുമുറിയിലേക്ക് വിളിച്ചിട്ട് കാര്യം നടത്തി ചെയ്യുന്നു. ചില കടക്കുപുറത്തുകളൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ അടുത്ത തലമുറ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം അച്ഛാ, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, സത്യമായി ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന ഒരു ബൈബിളിലുള്ള ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാം പശ്ചാത്താപിക്കുന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനെ ചെളിവാരി എറിഞ്ഞതിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ മോശമായി ചിത്രീകരിക്കുന്നതിൽ ഇന്ന് കുറ്റബോധത്വം കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായി കുറ്റബോധത്വം ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ മാത്രമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഈ ക്രൈസ്തവ മൂല്യങ്ങളും ഉമ്മൻചാണ്ടിയും അച്ഛൻ ഇതിൽ എന്താണ് പറയാനുള്ളത്? ക്രൈസ്തവ മൂല്യങ്ങളും ഉമ്മൻചാണ്ടിയും എന്ന ഈ ഒരു ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അനുഭവിച്ച ഒരു വ്യക്തിഹത്യയുടെ ഒരു നൊമ്പരം, ഒരു വ്യസനം, ഒരു മനുഷ്യാസ്തിത്വം ഒരു ജീവിതകാലത്ത് ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുന്ന ഏറ്റവും കൊടൂരമായ ഒരു വ്യസനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനലക്ഷങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു അപവാദ കേസിൽ കുരുക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരും അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തുള്ളവരും സംഘടിതമായി നടത്തിയ നീചമായ ഒരു ഗൂഢാലോചനയുടെ ഇരയായി ഇത്രയേറെ മനുഷ്യ നന്മയുള്ള മനുഷ്യത്വമുള്ള ഒരു ജനനേതാവ് ഒരു ഇരയായി മാറി എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി ഇത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല എന്ന് പിന്നീട് തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണ കഥകൾ പെരുപ്പിച്ചെഴുതുകയും പെരുപ്പിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഡാമേജ് ആക്കുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്ത മാധ്യമങ്ങളിൽ പലരും നിശബ്ദരായി. ഒപ്പം അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ചതിക്കണി ഒരുക്കിയ ഈ രാഷ്ട്രീയ കുറുക്കന്മാരുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ, മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാത്ത മനുഷ്യരൂപങ്ങളായിട്ടാണ് അവർ മന്ത്രി കസേരയിലും മുഖ്യമന്ത്രി കസേരകളിലും ഒക്കെ ഇരുന്ന് ഈ നാടിനെ ഇതുപോലെ മൃഗീയമാക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. MP നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാവും. അതിലൊരു കഥാപാത്രമുണ്ട്,
പൂയത്തിനും ആയില്യത്തിനും ഇടയ്ക്ക് ജനിച്ച പൂയില്യൻ എന്നൊരു കഥാപാത്രം. അയാൾ നാടിന്റെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സീക്വൻസ് MP നാരായണപിള്ള അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു നോവലാണ് പരിണാമം. ഈ പരിണാമത്തിലെ പൂയില്യൻ കഥാവസാനത്തിൽ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണാധികാരിയായി അവതരിപ്പിക്കപ്പെടുകയാണ്. അതിന്റെ നോവലിസ്റ്റ് MP നാരായണപിള്ള കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ ഫിലോസഫി, തത്വശാസ്ത്രം, രാഷ്ട്രീയത്തിൽ വിജയിക്കുന്ന നേതാവാകണമെന്നുണ്ടെങ്കിൽ അയാൾ പകുതി മനുഷ്യനും പകുതി മൃഗവുമായിരിക്കണം എന്നാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളോട് മൃഗീയമായി പുറംതിരിഞ്ഞു നിൽക്കുക, സ്വന്തം ആവശ്യങ്ങളോട്, സ്വന്തം പാർട്ടിയുടെ ആവശ്യങ്ങളോട്, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളോട് അനുകൂലമായി പെരുമാറുക. അദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം മൃഗം പെരുമാറുന്ന പോലെയാണ്, ഒരു മൃഗം പെരുമാറുന്ന പോലെയാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 100% നല്ല മനുഷ്യത്വത്തിന്റെ മനുഷ്യനായി പോയതാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇതുപോലൊരു മുറിവേറ്റുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹം ഒരു മൃഗമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കെടുതി വരില്ലായിരുന്നു. കാരണം പകരത്തിന് പകരം വീട്ടാൻ 51 വെട്ടും 501 വെട്ടും ഒക്കെ കൊടുത്തൊരു മനുഷ്യ ശരീരത്തെ ഇങ്ങനെ അരിപ്പ പോലെ തൂക്കിയിടാനൊക്കെ യാതൊരു ജാള്യതയുമില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെ കോമാളികൾ ഈ ഒരു നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ സാമൂഹിക അനീതികളുണ്ടല്ലോ, അതൊന്നും ഈ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ഭരണകൂടത്തിനോ നേതൃത്വം കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ഓർക്കണം, ഈ കഴിഞ്ഞ ദിവസം CPI നേതാവായ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം ഒരു ഓർമ്മ പങ്കുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പറയാണ്, ഉമ്മൻചാണ്ടി കണ്ണൂര് DYFI ഗുണ്ടകളുടെ കല്ലേറ് കൊണ്ട് നിലത്ത് വീഴുന്ന സമയത്ത് ആലപ്പുഴയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന വേദിയിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ഉമ്മൻചാണ്ടി ഓർഡർ ഇട്ടത്രേ. അവിടെ പിണറായിയും പന്നീനുമൊക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാരെ ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കിട്ടിയതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ആ രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയോ ചെയ്താൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് അപ്പുറത്ത് കണ്ണൂരിൽ അവരുടെ തന്നെ ഏറുകൊണ്ട് വീണ് കിടക്കുന്ന ഈ ഒരു മനുഷ്യൻ, അയാൾ ക്രിസ്തുവിന്റെ മുഖഭാഷയുള്ള ഒരു നേതാവാണ്. ക്രൈസ്തവ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്രകാരമാണ് പ്രാവർത്തികമാക്കാൻ കഴിയുന്നത് എന്ന ഈ ഒരു കാലഘട്ടത്തെ പഠിപ്പിക്കുന്ന ഒന്നാം പാഠത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ്. ഇത്രയേറെ ക്രൈസ്തവ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്ക് കേരളത്തിലില്ല. എത്രയോ ക്രൈസ്തവ നേതാക്കൾ കേരളത്തിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ചാനലിൽ പറയുമ്പോൾ നമുക്ക് ചില പരിമിതികളുണ്ട്. ഉമ്മൻചാണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ 133 സ്പെഷ്യൽ സ്കൂളുകൾ പഠനം നടത്തി പരിശോധിച്ച് അദ്ദേഹം ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതിൽ ഒപ്പിടേണ്ടിയിരുന്ന മന്ത്രിമാർ, അതിൽ ചിലര് ക്രൈസ്തവ മന്ത്രിമാരുണ്ട്, ചിലര് മറ്റ് മതധാരയിലുള്ള മന്ത്രിമാരുണ്ട്. ഞാൻ മതം പറയുകയല്ല, അവരിൽ പലരും അതിൽ ഒപ്പിടാൻ മടിച്ചു. കാരണം അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ നിഷേധാത്മകമായി ബാധിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്പെഷ്യൽ സ്കൂളുകൾ കൂടുതൽ നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകിയാൽ അത് എൻ്റെ രാഷ്ട്രീയ ഭാവി, എൻ്റെ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരെയൊക്കെ ഉമ്മൻചാണ്ടി സാറൊക്കെ അയ്യേ കാലെ പിടിച്ചാണ് ഈ മക്കൾക്ക് വേണ്ടി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കുവാൻ പരിശ്രമിച്ചത്. അതിനുശേഷം വന്ന മുഖ്യമന്ത്രി എന്താ ചെയ്തെന്നറിയോ? ഉമ്മൻചാണ്ടി ചെയ്തതായതുകൊണ്ട് ഒരു 1.5 വർഷത്തേക്ക് ആ വിഷയം തന്നെ തൊട്ടില്ല എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയം മാത്രമാണ് അധികാര വിന്യാസത്തിന്റെ അധികാര വിനിമയത്തിന്റെ മാനദണ്ഡം രാഷ്ട്രീയം മാത്രമാണ് എന്ന് തീരുമാനിക്കുന്നവർ അധികാരത്തിൽ വരുമ്പോൾ ഈ മുമ്പേ പറഞ്ഞ പൂയില്യന്റെ മറുവശം ഉണ്ടല്ലോ, വെറും ജന്തുവിന്റെ മുഖം, അതിന്റെ ക്രൗര്യം, അതിന്റെ ദുഷ്ടത,
അതിന്റെ മനുഷ്യത്വമില്ലായ്മ അത് കാണേണ്ടി വരും. അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് ഉമ്മൻചാണ്ടിയുടെ മറുവശം കാണുകയാണ് കേരളം ഇന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു വെല്ലുവിളിയാണ്. ഇവിടെ നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ച് സ്വന്തം മതവിശ്വാസം പരസ്യമായിട്ട് പ്രഘോഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മതം വേണ്ടെന്ന് പറയാനും അവകാശമുണ്ട്, വിശ്വാസം വേണ്ടെന്ന് പറയാനും അവകാശമുണ്ട്. അതിനെയും ഭരണഘടന ആദരിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, സമത്വം ഭരണഘടന ആദരിക്കുന്നുണ്ട്. അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി താനൊരു ക്രൈസ്തവനാണ് എന്നും എന്റെ വിശ്വാസ അനുശീലനത്തിന്റെ ഭാഗമാണ് ഞായറാഴ്ച കുർബാനയെന്നും ഏത് തിരക്കുള്ള സമയത്തും എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന കാണുകയും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇടവക കുർബാന, ഞായറാഴ്ച കുർബാന മുടക്കാതെ പുതുപ്പള്ളിയിലേക്ക് ഓടിയെത്തുകയും ഒക്കെ ചെയ്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മതവിശ്വാസവും രാഷ്ട്രീയവും ജനസേവനത്തിന് വേണ്ടി ഏറ്റവും സല്ലീനമായി ലയിപ്പിക്കാൻ കഴിയും എന്ന് ഉമ്മൻചാണ്ടിയാണ് നമുക്ക് പഠിപ്പിച്ചത്. പല രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് ക്രൈസ്തവരായവരിൽ പലരും, ക്രൈസ്തവരുടെ ഒരു ആവശ്യം വരുമ്പോൾ, ക്രിസ്തീയമായ അവകാശങ്ങൾ വരുമ്പോൾ, ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ആചാരങ്ങളും ക്രൈസ്തവ അനുഷ്ഠാനങ്ങളും ക്രൈസ്തവരുടെ നീതിയുമൊക്കെ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ വളരെ സൗകര്യപൂർവ്വം അവർ മുകളിലേക്ക് നോക്കും. കർത്താവിലേക്കോ തമ്പുരാന്റെ തിരികണം കേൾക്കുന്നതിലേക്കൊന്നും അല്ല നോട്ടം. പലരുടെയും നോട്ടം പാർട്ടി എന്ത് പറയുന്നു എന്നുള്ളതാണ്. പാർട്ടി പറയുന്നതിനനുസരിച്ച് മാത്രം സ്വന്തം സമുദായത്തോട് പ്രതികരിക്കുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കൾ നമുക്കുണ്ട്. എന്നാൽ മനസാക്ഷിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യത്വത്തിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് സ്വയം ഉണർത്തിവിട്ട ഒരു നന്മയുടെ ഉറവയായിരുന്നു യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് തന്റെ ഉള്ളിലെ നന്മയെ സ്വയം ഉണർത്തിവിടാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഇന്നും നമ്മുടെ എല്ലാം മനസ്സുകളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുകയാണ്. എല്ലാവരും ഉമ്മൻചാണ്ടിയെ പോലെ ആകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, എല്ലാ രാഷ്ട്രീയ നേതാക്കളും വ്യത്യസ്തരാണ്. പക്ഷേ രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യാൻ ഉമ്മൻചാണ്ടിയെ പോലെ പരിശ്രമിക്കാം എല്ലാവർക്കും എന്നുള്ളതാണ് സത്യം. അച്ഛനിത് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും ഈ ഒരു വാർഷിക ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ക്രൈസ്തവ മാധ്യമങ്ങളെല്ലാം ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. അതിനൊക്കെ സോഷ്യൽ മീഡിയ വഴി പലവരും ഒരുപക്ഷെ മറ്റ് എതിർ രാഷ്ട്രീയമായിരിക്കാം പലരും വിമർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് വിമർശനം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഉമ്മൻചാണ്ടി നിങ്ങളുടെ സഭയിൽ ഇനി വിശുദ്ധനായിരുന്നു, അല്ലെങ്കിൽ ഇനി വിശുദ്ധനാകുമ്പോൾ ഒരു രൂപക്കൂടൊക്കെ പണിയുന്ന രീതിയിലൊക്കെ. അച്ഛൻ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഒരു ക്രൈസ്തവൻ അവൻ എങ്ങനെയായിരിക്കണം, ഈശോ പഠിപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ ഈശോ മാതൃ കാണിച്ച രീതിയിൽ ഒരു ക്രൈസ്തവൻ എങ്ങനെയായിരിക്കണം എന്നതിനാണ് ഏറ്റവും ഉത്തമ ഒരു ഉദാഹരണമാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രൈസ്തവ മൂല്യങ്ങൾ നിൽക്കുന്ന ചാനലിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തതും അതുകൊണ്ട് തന്നെയാണ്. തട്ടിൽ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പള്ളിയിൽ പോയിരിക്കുമ്പോഴും അകത്ത ദൈവം പ്രാർത്ഥനയോടൊപ്പം തന്നെ പുറത്തേക്ക് നോക്കി അവിടെ ഇരുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ ദൈവത്തെ കാണാൻ ശ്രമിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ ഈശോ പറഞ്ഞത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കരുണയോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അച്ഛൻ ഇവിടെ ഈ ഒരു ചർച്ചയിൽ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, സ്പെഷ്യൽ സ്കൂളുകളുമായിട്ടും അതോടൊപ്പം തന്നെ ഭിന്നശേഷി കുട്ടികളുമായിട്ടുള്ള കാര്യം. ഉമ്മൻചാണ്ടി സാറ് ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരുപക്ഷെ അച്ഛൻ മാധ്യമങ്ങളോട് ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ തുറന്നു പറയുന്നത്. പിന്നീടുള്ള ഈ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് അച്ഛനൊന്ന് പറയാൻ പറ്റുമോ? പിന്നീട് ഇപ്പോഴത്തെ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷങ്ങളായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സ്പെഷ്യൽ സ്കൂളുകളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂളുകൾക്കൊരു പാക്കേജൊക്കെ സൃഷ്ടിക്കാനും അതിനനുസരിച്ച് കുറച്ച് ഫണ്ട് വിതരണം നടത്താനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്പെഷ്യൽ സ്കൂളുകൾക്ക് അർഹമായ നീതി ഇപ്പോഴും കേരളത്തിൽ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, അനീതികൾ പലതും ഈ മേഖലയിൽ നടക്കുന്നുമുണ്ട്. ഞാനിത് പറയുന്നത് ജനപ്രതിനിധികളോ ഭരണകൂടത്തിലുള്ളവരോ കേൾക്കുകയാണെങ്കിൽ എന്തൊക്കെ അനീതികളാണ് സ്പെഷ്യൽ സ്കൂളുകളിൽ ഉള്ള മക്കൾക്ക് സർക്കാർ ഭാഗത്തു നിന്ന്
ഉള്ള അനാസ്ഥ മൂലം സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇവിടെ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ള പാക്കേജ് അനുസരിച്ചുള്ള ഫണ്ട് വിതരണം ചെയ്തതിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും സ്കൂളുകളുടെ ഗ്രേഡ് തിരിച്ചതിൽ അനീതി സംഭവിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ഗ്രേഡ് മാറിപ്പോയത്, എന്തുകൊണ്ടാണ് പണം കഴിഞ്ഞ വർഷം കിട്ടിയതുപോലെ ഇപ്രാവശ്യം കിട്ടാതെ വരുന്നത്. അത് വിതരണം ചെയ്യുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് വാങ്ങിക്കുന്നവർക്ക് കുറവും കൂടുതലും ലഭിക്കുന്നത് നീതി എന്ന് വിളിക്കാൻ പറ്റില്ല. അത് സ്വജനപക്ഷപാതമെന്നോ സ്വാർത്ഥ താല്പര്യമെന്നോ വിളിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള അനീതികൾ ഇപ്പോഴും കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളിന് വേണ്ടിയുള്ള നീതി വിതരണത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. 2018 ഏകത എന്ന പേരിൽ കേരളമെന്നല്ല ഭാരതമെന്നല്ല ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു സ്പെഷ്യൽ സ്കൂൾ അത്ലറ്റിക് മേള ഞങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും LNCP സ്റ്റേഡിയത്തിലുമായിട്ട് നടത്തി. LNCPയിൽ റാണി ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന സായിയുടെ കാര്യവട്ടത്തുള്ള ആ ഒരു കലാലയം, സത്യത്തിൽ ഞാനതിനെ ദേവാലയം എന്നാണ് വിളിക്കുന്നത്, കിഷോർ കുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള 70ഓളം അധ്യാപകരും 300ഓളം വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നു. അപ്പം 100 കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തുനിന്നും വന്നു. അങ്ങനെ ഞങ്ങൾ 15,000 ഭിന്നശേഷിയുള്ള മക്കളെ ഒരുമിച്ച് ചേർത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. 15,000 ഭിന്നശേഷിയുള്ള മക്കളും ഒപ്പം 4,000ഓളം വോളണ്ടിയേഴ്സും കോച്ചസും പേരൻസും എല്ലാം കൂടെ ചേർന്നൊരു വലിയ സമൂഹം. സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ ഞങ്ങളുടെ മൊത്തം ചെലവ് 1.5 കോടി രൂപ വരുമെന്ന് മനസ്സിലാക്കി 75 ലക്ഷം രൂപ ഞങ്ങൾക്ക് സ്പോൺസർ കിട്ടിയിരുന്നു. 75 ലക്ഷം രൂപ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരാം എന്നുള്ള വാക്കുമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി നടത്തുകയുണ്ടായി. ഇന്ന് 2024 ജൂലൈ 20 സർക്കാരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ 75 ലക്ഷം രൂപ സർക്കാർ തരാതെയായി. കേരള സ്പെഷ്യൽ ഒളിമ്പിക്സിന് അത്രയും രൂപ കടമായി അതിൻ്റെ ഭാരം, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ ചുമക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷമായി. 2018 തൊട്ട് 24 വരെ ഞങ്ങൾ ചുമക്കുകയാണ്. എത്ര തവണ ഞങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങി. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്നത്തെ സെക്രട്ടറി സാർ ഉൾപ്പെടെ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴുള്ളവരുൾപ്പെടെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. 2018 ഏകത എന്ന പേരിൽ നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സർക്കാർ തരാമെന്ന് പറഞ്ഞിരുന്ന പണം തരാതിരുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ഞങ്ങൾ മുഖ്യമന്ത്രിയെ എത്രയോ തവണ കണ്ടു, സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിയെ കണ്ടു, എത്രയിടത്ത് കയറി ഇറങ്ങി. എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ തരാതിരിക്കാം എന്നുള്ളതിനെപ്പറ്റി ഗവേഷണം നടക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഈ മക്കൾക്കുള്ള നീതി ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഈ അനീതിയുടെ ഭാരം ബാക്കി തലമുറകളോളം ഞങ്ങൾ ചുമക്കേണ്ടി വരികയും ചെയ്യുകയാണ്. അപ്പോഴൊക്കെ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നു, ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്ന ആ കല്ലറയിലേക്ക് നോക്കി അങ്ങ് മരിക്കാതിരുന്നെങ്കിൽ എന്ന ഒരു സാധാരണ പൗരബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നീതിക്ക് വേണ്ടിയുള്ള നിലവിളി അങ്ങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് കേരളത്തിൽ സ്വന്തം അവകാശം ചോദിക്കാൻ അർഹത ഉണ്ടെങ്കിലും ചോദിക്കാൻ കഴിവില്ലാത്ത, പരിമിതികളുള്ള, ഭിന്നശേഷിയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് മക്കളും അവരുടെ മാതാപിതാക്കളും അവരെ പരിശീലിപ്പിക്കുന്ന വിദ്യാലയങ്ങളും അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നിലവിളി ഇന്ന് കേരളത്തിൻ്റെ നീതി ബോധത്തിന് മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങ് മരിക്കാതിരുന്നെങ്കിൽ എന്ന ഒരു ചോദ്യവുമായിട്ട്. ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛനെന്ന് ഈ ഒരു വിഷയം ഇത്ര വേദനയോടെ പറയേണ്ടി വരുമായിരുന്നില്ല. മറിച്ച് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ അച്ഛന് സമൂഹത്തോട് വിളിച്ചു പറയാമായിരുന്നു. എന്തായാലും അച്ഛൻ ഇവിടെ ഈ ഉന്നയിച്ച ഈ ഒരു വിഷയം ഏറെ ഗൗരവത്തോടെ ഈ ഒരു സമൂഹം, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെടുക്കട്ടെ. ഈ നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ പൊതുപ്രവർത്തകർക്കൊക്കെ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കേണ്ട ഒരേ ഒരു പുസ്തകം അത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രം മാത്രം മതി. അതിൽ എല്ലാം ഉൾക്കൊള്ളുകയാണ്. ഉമ്മൻചാണ്ടി ഭരണാധികാരിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാളെ ഉമ്മൻചാണ്ടി ഭരണാധികാരിയായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികൾ എന്ന നിലയ്ക്ക് അടുത്ത തലമുറ നമ്മളെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലേക്കും നീങ്ങാം. ഇന്ന് നേർക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്
ഫാദർ റോയ് കണ്ണഞ്ചിറ അച്ഛനാണ്. ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നേർക്കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി.